എൻ്റെ പേര് ബി ജയകുമാർ. ചക്രവാണി ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. എൻ്റെ വിഷയം ബയോളജിയാണ്. ബയോളജിയിലുള്ള നിങ്ങൾക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അന്തസ്രാവി വ്യവസ്ഥ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയും. അന്തസ്രാവി വ്യവസ്ഥ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയും. ഈ സിസ്റ്റം ഇതിൽ ഉൾപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. അന്തസ്രാവി ഗ്രന്ഥികളാണ് അന്തസ്രാവി വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നത്. അന്തസ്രാവി ഗ്രന്ഥികളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? അന്തസ്രാവി ഗ്രന്ഥികളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരം നാളീരഹിത ഗ്രന്ഥികൾ. ഇംഗ്ലീഷ് പറയും ഡക്റ്റിലസ് ഗ്ലാൻഡ് എന്ന് പറയും. ഡക്റ്റിലസ് ഗ്ലാൻഡ്, നാളീരഹിത ഗ്രന്ഥികൾ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ വിളിക്കുന്ന പേരെന്താണ്? അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ വിളിക്കുന്ന പേരെന്താണ്? അവയെ വിളിക്കുന്ന പേരാണ് ഹോർമോണുകൾ എന്ന് പറയും. ഹോർമോൺ. ഹോർമോൺ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. ഈ ഹോർമോണിൻ്റെ മലയാളം എന്താണ്? ഹോർമോണിൻ്റെ മലയാളം വാക്ക് ഓജദ്രവ്യങ്ങൾ എന്നാണ്. ഈ ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഹോർമോൺ. എന്താണ് ഹോർമോൺ? അതായത് ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ്, ഒന്ന് വാസോപ്രസിൻ, മറ്റൊന്ന് ഓക്സിറ്റോക്സിൻ. വാസോപ്രസിൻ, ഓക്സിറ്റോക്സിൻ എന്നീ രണ്ട് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോതലാമസ് ആണ്. ഇവിടെ വന്നൊരു ക്വസ്റ്റ്യൻ PS ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, തലച്ചോറിൻ്റെ ഭാഗമാണെങ്കിലും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറിൻ്റെ ഈ ഭാഗം ഏതാണ്? ഉത്തരം ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ, ഒന്ന് വാസോപ്രസിൻ, മറ്റൊന്ന് ഓക്സിറ്റോക്സിൻ. ഈ വാസോപ്രസിൻ്റെ ഫങ്ഷൻ എന്താണ്? വാസോപ്രസിനാണ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത്. വാട്ടർ ബാലൻസിങ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന വാസോപ്രസിനാണ്. ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ ഹോർമോണാണ് പ്രസവ സമയത്ത് ഗർഭിണികൾക്ക് കുത്തിവയ്ക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്
ഓക്സിറ്റോക്സിനാണ്. ഇത് PSC ചോദിച്ച പ്രസവ സമയത്ത് ഗർഭിണികൾക്ക് കുത്തിവെക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഓക്സിറ്റോക്സിനാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്ലാൻഡാണ്. തൈറോയിഡ് ഗ്ലാൻഡ്. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ആൻസർ തൈറോയിഡ് ഗ്ലാൻഡാണ്. ഈ തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് തൊണ്ടയിലാണ്. തൊണ്ടയിൽ. ഈ ഗ്ലാൻഡിനെയാണ് ആദംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദംസ് ആപ്പിൾ എന്ന് വിളിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് തൈറോയിഡ് ഗ്ലാൻഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഒന്ന് തൈറോക്സിൻ, മറ്റൊന്ന് കാൽസിട്ടോണിൻ. അപ്പോൾ തൈറോക്സിനും കാൽസിട്ടോണിനും എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ശരീരത്തിൽ തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് എക്സോപ്താൽമിക് ഗോയിറ്റർ എന്നാണ്. എക്സോപ്താൽമിക് ഗോയിറ്റർ എന്ന് പറയും. എക്സോപ്താൽമിക് മീൻസ് കണ്ണ് മുമ്പോട്ട് തള്ളുക എന്നാണ്. എക്സോപ്താൽമിക് ഗോയിറ്റർ കണ്ണ് മുമ്പോട്ട് തള്ളും. അതായത് നമ്മുടെ ശരീരത്തിൽ തൈറോക്സിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ആഹാരപദാർത്ഥത്തിൻ്റെ ഓക്സീകരണം, അതായത് വിഘടനം, തീവ്രഗതിയിലാവും. ഇതിൻ്റെ ഫലമായി ശരീരം മെലിഞ്ഞു പോകും. ശരീര ഊഷ്മാവ് വർദ്ധിക്കും. ഉറക്കമില്ലായ്മയുണ്ടാവും. വിറയൽ അനുഭവപ്പെടും. ഈ രോഗിയുടെ കണ്ണ് മുമ്പോട്ട് തള്ളി വരും. ഈ അസുഖത്തെയാണ് എക്സോപ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. അത് ശരീരത്തിൽ തൈറോക്സിൻ്റെ അളവ് കൂടുമ്പോഴാണ്. എക്സോപ്താൽമിക് ഗോയിറ്ററിൻ്റെ മറ്റൊരു പേരെന്താണ്? ഗ്രേവ്സ് രോഗം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. എക്സോപ്താൽമിക് ഗോയിറ്ററിൻ്റെ മറ്റൊരു പേരെന്താണ്? ഗ്രേവ്സ് രോഗം. ഗ്രേവ്സ് രോഗം. ഈ തൈറോക്സിനിൽ ഒരു ധാതു അടങ്ങിയിട്ടുണ്ട്. തൈറോക്സിനിൽ ആ ധാതുവിൻ്റെ പേര് അയഡിൻ എന്നാണ്. ഇതും PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധാതുവാണ് ഡാഷ്. ഉത്തരം അയഡിൻ. ആഹാരത്തിൽ അയഡിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? അതാണ് ഗോയിറ്റർ എന്ന് പറയും. ഗോയിറ്റർ. ആഹാരത്തിൽ അയഡിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചാൽ അത് ഗോയിറ്ററാണ്. ഗോയിറ്റർ. ഈ കുട്ടികളിൽ തൈറോക്സിൻ്റെ അളവ് കുറയുകയാണ്. അവർക്കുണ്ടാകുന്ന രോഗമാണ് ക്രെറ്റിനിസം എന്ന് പറയും. ക്രെറ്റിനിസം. മുതിർന്നവരിൽ തൈറോക്സിൻ കുറയുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന അസുഖമാണ് മിക്സിഡിമ. ഇത് രണ്ടും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കുട്ടികളിൽ തൈറോക്സിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ക്രെറ്റിനിസം. മുതിർന്നവരിൽ തൈറോക്സിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം മിക്സിഡിമയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് കാൽസിട്ടോണിൻ. ഇത് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് കാൽസിട്ടോണിനാണ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് എത്രയാണ്? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് 10
to 12 milligram per 100 ml of blood. 10 to 12 milligram per 100 ml of blood. അതാണ് കാൽസ്യം നോർമൽ ലെവൽ ഇൻ ബ്ലഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയെ പോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഈ ഗ്രന്ഥി കാണുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പുറത്ത് വശത്തായിട്ടാണ്. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പുറത്ത് വശത്ത് 4 കോണുകളിലായി കാണപ്പെടുന്ന മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അതിൻ്റെ പേര് പാരാതെർമോൺ എന്നാണ്. പാരാതെർമോൺ. അത് ശ്രദ്ധിച്ചോളണം. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാതെർമോൺ എന്നാണ്. എന്താണ് പാരാതെർമോണിൻ്റെ ഫങ്ഷൻ? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നത് ഈ പാരാതെർമോണാണ്. അതാണ് പാരാതെർമോണിൻ്റെ ഫങ്ഷൻ. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നത് പാരാതെർമോണും രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് കാൽസിട്ടോണിനുമാണ്. ഈ 2 ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് 10 to 12 മില്ലിഗ്രാം എന്ന ലെവലിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നോർമൽ ലെവലിൽ നിൽക്കുന്നത് ഈ 2 ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഈ പാരാതെർമോണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഈ ക്വസ്റ്റ്യനും PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. പാരാതെർമോണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ടെറ്റനി. 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 എന്താണ് ടെറ്റനി? ടെറ്റനി എന്ന് പറഞ്ഞാൽ പേശികൾ വലിഞ്ഞ് മുറിയതുപോലെ ഇരിക്കുന്ന അവസ്ഥ. അതാണ് ടെറ്റനി. പേശികൾ വലിഞ്ഞ് മുറിയതുപോലെയാവും. മസിൽസ് ആർ ടൈറ്റ് ആൻഡ് സ്ട്രെച്ച്ഡ്. ദ ഡിസോർഡർ ഈസ് കോൾഡ് ടെറ്റനി. അതാണ് ടെറ്റനി. അത് പാരാതെർമോണിൻ്റെ അഭാവം മൂലമാണ് ടെറ്റനി എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി, പാരാതൈറോയ്ഡ് ഗ്രന്ഥി, അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാൻഡ് കുട്ടികളിൽ മാത്രമേ കാണൂ. കുട്ടികളിൽ. കുട്ടികൾ എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് വരെയാണ്? കുട്ടികൾ ഒരു 11-12 വയസ്സ്, 11-12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മാത്രമേ ഈ ഗ്ലാൻഡ് കാണൂ. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് യൂത്ത് ഗ്ലാൻഡ് എന്നാണ്. യൂത്ത് ഗ്ലാൻഡ്. അപ്പോൾ യൂത്ത് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ് ഏതെന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്ലാൻഡാണ്. അതുകൊണ്ട് ഇതിനെ ബാലഗ്രന്ഥി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബാലഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്ലാൻഡാണ്. കുട്ടികളിൽ ഇതെവിടെ കാണും? തൈമസ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാറല്ലിന് പിന്നിലായിട്ടാണ്. മാറല്ലിന് പിന്നിലായിട്ടാണ് ഈ ഗ്ലാൻഡ് കാണുന്നത്. കുട്ടി വളർന്ന് വലുതാകുന്നതിനനുസരിച്ച് ഈ ഗ്ലാൻഡ് ലോപിച്ച് ലോപിച്ച് ഇല്ലാതാവും. നമ്മളിലൊന്നും ഈ ഗ്ലാൻഡ് ഇല്ല. കുട്ടി വളർന്നനുസരിച്ച് ഈ ഗ്ലാൻഡ് ലോപിച്ച് ലോപിച്ച് ഇല്ലാതാവും. അപ്പം മുതിർന്നവരിൽ കാണപ്പെടാത്ത ഒരു അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്ലാൻഡാണ്. തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഡാഷ്. ആൻസർ തൈമോക്സിൻ എന്നാണ് അതിൻ്റെ പേര്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് തൈമോക്സിനാണ്. തൈമോക്സിൻ. തൈമോക്സിനെ യുവത്വ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെന്നും 16-17 വയസ്സുകാരെ പോലെ ഇരുന്നേനെ. പക്ഷെ എന്തു ചെയ്യാം? ഒരു പ്രായം കഴിയുമ്പോൾ ഈ ഗ്ലാൻഡ് ലോപിച്ച് ലോപിച്ചില്ലാതാവും. നമ്മളിലൊന്നും ഈ ഗ്ലാൻഡ് ഇല്ല. ഈ തൈമോക്സിൻ്റെ ഫങ്ഷൻ എന്താണ്? അതായത് കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി
കുട്ടികൾക്ക് നൽകുന്നത് ഈ ഹോർമോണാണ്. കുട്ടികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് തൈമോക്സിനാണ്. ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് തൈമോക്സിനാണ്. സ്വേദരക്താണുക്കളുടെ നിർമ്മാണത്തിനും ഈ ഹോർമോൺ അത്യാവശ്യമാണ്. അപ്പോൾ സ്വേദരക്താണുക്കളുടെ നിർമ്മാണത്തിനും കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതും തൈമോക്സിനാണ്. തൈമോക്സിൻ നമ്മുടെ ശരീരത്തിലെ മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അഡ്രീനൽ ഗ്ലാൻഡ് എന്താണ് അതിൻ്റെ മലയാളം? മലയാളം വാക്ക് അതിവൃക്കാഗ്രന്ഥി എന്നാണ്. അഡ്രീനൽ ഗ്ലാൻഡ് അഥവാ അതിവൃക്കാഗ്രന്ഥി ഇത് കാണുന്നത് ഓരോ വൃക്കയുടെയും മുകളിലാണ്. ഓരോ വൃക്കയുടെയും മുകളിൽ ഒരു ക്യാപ്പിൻ്റെ ആകൃതിയിൽ കാണും. ഒരു തൊപ്പി പോലിരിക്കും. ഈ ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അഡ്രീനൽ ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? അഡ്രീനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഒന്ന് കോർട്ടിസോൾ, മറ്റൊന്ന് അൾഡോസ്റ്റിറോൺ, മറ്റൊന്ന് അഡ്രിനാലിൻ, മറ്റൊന്ന് നോർ അഡ്രിനാലിൻ. ഇത്രയും ഹോർമോണുകളെയാണ് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ ഈ 4 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ അഡ്രീനൽ ഗ്ലാൻഡാണ്. അതിൽ അഡ്രിനാലിൻ്റെയും നോർ അഡ്രിനാലിൻ്റെയും ഫങ്ഷൻ എന്താണ്? അതിൻ്റെ ഫങ്ഷൻ ഈ അടിയന്തര ഘട്ടം അഭിമുഖീകരിക്കാൻ സഹായിക്കുന്നത് ഈ ഹോർമോണാണ്. അടിയന്തര ഘട്ടത്തിൽ എമർജൻസി ടൈമിൽ ആ എമർജൻസി ടൈം മറികടത്താൻ സഹായിക്കുന്നത് ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. ഇപ്പം നമുക്ക് ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ വിറയ്ക്കും കിടന്നു. ഈ വിറയലെന്ന് പറയുന്നത് ആ ദേഷ്യത്തെ മറികടക്കാൻ ശരീരത്തിലുള്ള ഒരു ഉപാധിയാണ്. അതുപോലെ രോമങ്ങളൊക്കെ നിവർന്നു നിൽക്കും. കണ്ണിലെ കൃഷ്ണമണിയൊക്കെ ഇങ്ങനെ വികസിക്കും. അത് ആ ദേഷ്യത്തെ മറികടത്താൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ രക്തത്തിലങ്ങ് കലരും. പിന്നെ അടിയന്തര ഘട്ടത്തെ മറികടത്താൻ സഹായിക്കുന്നത് ഈ ഹോർമോണാണ്. അതുപോലെ ഭയം വരുമ്പോഴും അങ്ങനെയാണ്. പേടി വരുമ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അടിയന്തര ഘട്ടത്തിൽ ആ അടിയന്തര ഘട്ടം മറികടക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ കാർബോഹൈഡ്രേറ്റുകളുടെ ഉപാപചയ നിരക്ക് ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കാർബോഹൈഡ്രേറ്റുകളുടെ ഉപാപചയ നിരക്ക് ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോളാണ്. കോർട്ടിസോള് പ്രസിദ്ധമായ ഒരു ഔഷധം കൂടിയാണ്. കോർട്ടിസോൾ അതായത് സന്ധിവാതം അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, അതുപോലെ മുട്ടുവേദന തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ എതിരെ പ്രയോഗിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ് കോർട്ടിസോൾ. അതായത് കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഔഷധമാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഔഷധമായി പ്രയോഗിക്കുന്ന ഒരു ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് കോർട്ടിസോളാണ്. ഇത് PSC ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി
ഔഷധമായി പ്രയോഗിക്കുന്ന ഒരു ഹോർമോൺ ഏതാണ്? ഉത്തരം കോർട്ടിസോളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിൽ ജല ലവണ തുലനാവസ്ഥ പരിപാലിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം അൾഡോസ്റ്റിറോണാണ്. അൾഡോസ്റ്റിറോൺ. ഇത്രയും കാര്യങ്ങൾ അഡ്രീനൽ ഗ്ലാൻഡിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ വൃക്കയുടെ മുകളിൽ കാണുന്ന ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അതുകൊണ്ടാണ് അതിനെ അതിവൃക്ക എന്ന് പറയുന്നത്. വൃക്കയിൽ അധികം വന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിവൃക്കാഗ്രന്ഥി എന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. വലിപ്പത്തിൽ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. കരൾ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രന്ഥി പാൻക്രിയാസാണ്. അത് മറന്നു പോരുത്. സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പാൻക്രിയാസാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസാണ്. ഇതെവിടെ കാണും? നമ്മുടെ പാൻക്രിയാസ് എവിടെയാണ് ഇരിക്കുന്നത്? ആമാശയത്തിന് തൊട്ട് താഴെയായിട്ടിരിക്കും. ആമാശയത്തിന് തൊട്ട് താഴെ നിങ്ങൾ ഈ നീണ്ട പച്ചമുളക് കണ്ടു കാണും. ഏകദേശം ഒരു നീണ്ട പച്ചമുളകിൻ്റെ ആകൃതിയിൽ കാണുന്ന ഗ്ലാൻഡാണ് പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ നീളം എത്രയാണ്? മനുഷ്യൻ്റെ പാൻക്രിയാസിൻ്റെ നീളം 15 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 85 ഗ്രാമാണ്. 85 ഗ്രാം വെയിറ്റും 15 സെൻറ്റിമീറ്റർ നീളവുമുള്ള മനുഷ്യ ശരീരത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രന്ഥി പാൻക്രിയാസാണ്. ആമാശയത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു നീണ്ട പച്ചമുളകിൻ്റെ ആകൃതിയിലാണ് ഇത് കാണുന്നത്. ഈ ഗ്ലാൻഡിനൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകത നമ്മുടെ ശരീരത്തിലെ ഒറ്റ ഗ്ലാൻഡിനെ ഈ പ്രത്യേകതയുള്ളൂ. അതായത് ദഹനരസവും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഒറ്റ ഗ്ലാൻഡ്. ദഹനരസവും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ്. അതുകൊണ്ട് പാൻക്രിയാസിനെ ഒരു പേരിട്ട് വിളിക്കും. അതിന് വിളിക്കുന്ന പേര് ഹെക്ട്രോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. ഹെക്ട്രോക്രൈൻ ഗ്ലാൻഡ്. വിച്ച് ഗ്ലാൻഡ് ഈസ് കോൾഡ് ഹെക്ട്രോക്രൈൻ ഗ്ലാൻഡ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദ ഗ്ലാൻഡ് ഹാവിങ് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫങ്ഷൻ. അതുകൊണ്ട് അതിനെ ഹെക്ട്രോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും. ഹെക്ട്രോക്രൈൻ ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡിനെ മധുരഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്. മധുരഗ്രന്ഥി. പാൻക്രിയാസിനെയാണ് മധുരഗ്രന്ഥി എന്ന് വിളിക്കുന്നത്. കാരണം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവിനെ ക്രമീകരിക്കുന്നത് ഈ ഗ്ലാൻഡാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ തോത് എത്രയാണ്? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ തോത് 80 to 120 മില്ലിഗ്രാം per 100 ml ഓഫ് ബ്ലഡ്. ഇതാണ് നോർമൽ ലെവൽ. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ ഇതാണ്. 80 to 120 മില്ലിഗ്രാം per 100 ml ഓഫ് ബ്ലഡ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവലാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഡാഷും ഡാഷും. ഡാഷും ഡാഷും. ഒന്ന് ഗ്ലൂക്കഗോൺ, മറ്റൊന്ന് ഇൻസുലിൻ. ഗ്ലൂക്കഗോണും ഇൻസുലിനും എന്ന് പറയുന്ന 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസാണ്. ഈ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടും. അത് ഗ്ലൂക്കഗോണാണ് ചെയ്യുന്നത്. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഗ്ലൂക്കഗോണിൻ്റെ ഫങ്ഷൻ ഇതാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുക. ആ സമയത്ത് ഇൻസുലിൻ ആണെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നത് ഇൻസുലിനും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നത് ഗ്ലൂക്കഗോണുമാണ്. ഈ 2 ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ്
സാധാരണ തോതിൽ നിലനിൽക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ രക്തം പരിശോധിച്ചു, ഗ്ലൂക്കോസിൻ്റെ അളവ്, പഞ്ചസാരയുടെ അളവ് ഒരു 200-ന് പുറത്തൊക്കെ വരികയാണ്. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ആ രോഗത്തിൻ്റെ പേര് ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ്. ഡയബറ്റീസ് മെലിറ്റസ്, മലയാളം വാക്ക് പ്രമേഹം എന്നാണ്. പ്രമേഹം. അത് ഗ്ലൂക്കോസ് ലെവൽ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ 200-നൊക്കെ മുകളിൽ വരികയാണെങ്കിൽ അത് ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ആ അസുഖത്തിനെയാണ് ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഈ അസുഖത്തിൻ്റെ പേരെന്താണ്? ആ അസുഖത്തിന് വിളിക്കുന്ന പേര് ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ്. ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയയും, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ഡയബറ്റീസ് മെലിറ്റസുമാണ്. ഡയബറ്റീസ് മെലിറ്റസിനേക്കാൾ ഭയാനകമാണ് ഹൈപ്പോഗ്ലൈസീമിയ. ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴും. ഈ സമയത്ത് അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗം 1-2 ടീസ്പൂൺ പഞ്ചസാരയോ 1-2 മിഠായിയോ അവർക്ക് തിന്നാൻ കൊടുത്താൽ മതി ആ സമയത്ത്. അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ നോർമലാവും. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയയും, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ അത് ഡയബറ്റീസ് മെലിറ്റസുമാണ്. പാൻക്രിയാസിലെ ചില കോശ സമൂഹങ്ങൾ ചിന്നിച്ചിതറി കിടക്കും. ഇത്തരം കോശ സമൂഹങ്ങളെ വിളിക്കുന്ന പേര് ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്നാണ്. ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്ന് പറയും. ഈ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിൽ തന്നെ 2 തരം കോശങ്ങളുണ്ട്, ആൽഫ കോശവും ബീറ്റ കോശവും. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിൽ കാണുന്ന 2 തരം കോശങ്ങളാണ് ഡാഷും ഡാഷും, ആൽഫ കോശവും ബീറ്റ കോശവും. അതിൽ ആൽഫ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ബീറ്റ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്, ബീറ്റ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ ആൽഫ കോശം ഗ്ലൂക്കഗോണും ബീറ്റ കോശം ഇൻസുലിനും ഉൽപ്പാദിപ്പിക്കും. അത് പാൻക്രിയാസിലെ ചില കോശ സമൂഹങ്ങളാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഈ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു ഉപകരണം ഉപയോഗിക്കും. ആ ഉപകരണത്തിൻ്റെ പേരെന്താണ്? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ്? ആ ഹോർമോണിൻ്റെ പേര്, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്ന, അതിൻ്റെ അളവ് മനസ്സിലാക്കുന്ന ഉപകരണം, ആ ഉപകരണത്തിൻ്റെ പേര് ഗ്ലൂക്കോമീറ്റർ എന്നാണ്. ഗ്ലൂക്കോമീറ്റർ. ഗ്ലൂക്കോമീറ്റർ വെച്ച് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ലെവല് മനസ്സിലാക്കാം. മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലായനിയുണ്ട്. ഈ ലായനിയുടെ പേരെന്താണ്? ബെനഡിക്റ്റ് ലായനി എന്നാണ് അതിൻ്റെ പേര്. ആ ലായനിയുടെ പേര് ബെനഡിക്റ്റ് ലായനി എന്നാണ്. മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ലായനി ബെനഡിക്റ്റ് ലായനി എന്നാണ് അതിൻ്റെ പേര്. ഇത്രയും കാര്യങ്ങൾ പാൻക്രിയാസിൽ നിന്ന് ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത അന്തസ്രാവി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, മലയാളം വാക്ക് പീയൂഷ ഗ്രന്ഥി എന്നാണ്. പീയൂഷ ഗ്രന്ഥി ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പീയൂഷ ഗ്രന്ഥി എന്ന അന്തസ്രാവി ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തലച്ചോറിൽ ഹൈപ്പോതലാമസിന് അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. തലച്ചോറിൽ ഹൈപ്പോതലാമസിന് അടുത്തായി കാണപ്പെടുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം PSC ചോദിച്ചതാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
പിറ്റ്യൂട്ടറി ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് തലച്ചോറിൽ ഹൈപ്പോതലാമസിന് അടുത്താണ്. തലച്ചോറിൽ ഹൈപ്പോതലാമസിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മലയാളം വാക്ക് പീയൂഷ ഗ്രന്ഥി എന്നാണ്. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് നമ്മൾ വളരാൻ സഹായിക്കുന്ന ഹോർമോൺ. അപ്പം നമ്മൾ വളരണമെങ്കിൽ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രവർത്തിക്കണം. ആ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്നാണ് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ സൊമാറ്റോസ്റ്റാറ്റിൻ അഥവാ സൊമാറ്റോട്രോഫിൻ, ഇതിനെ ഗ്രോത്ത് ഹോർമോൺ എന്നാണ് പറയുന്നത്. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ സൊമാറ്റോസ്റ്റാറ്റിനാണ്, അല്ലെങ്കിൽ സൊമാറ്റോട്രോഫിൻ എന്ന് പറയും. കുട്ടികളിൽ ഈ ഹോർമോൺ കുറഞ്ഞു പോയാൽ അവരുടെ വളർച്ച മുരടിക്കും. ഈ ഒരവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? വാമനത്വം അഥവാ ഡോർഫിസം എന്ന് പറയും. ഡോർഫിസം അല്ലെങ്കിൽ വാമനത്വം എന്ന് പറയും. ഇനി ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം അമിതമായാൽ ഉണ്ടാകുന്ന അസുഖം ഭീമാകാരത്വം എന്നാണ് അതിന് പറയുന്നത്. ഭീമാകാരത്വം, അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ജൈജാൻറ്റിസം എന്ന് പറയും. ജൈജാൻറ്റിസം. സാധാരണ ഒരു മനുഷ്യൻ അവൻ്റെ വളർച്ച എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെയാണ്? ഒരു സാധാരണ മനുഷ്യൻ്റെ അവൻ വളരുന്നത് എത്ര വയസ്സ് വരെ വളരും? ഒരു 19-20 വയസ്സ് വരെയാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ വളർച്ച. പിന്നെ അവൻ മേലോട്ടില്ല, പിന്നെ അവൻ്റെ വളർച്ച വട്ടത്തിലായിരിക്കും. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ 19-20 വയസ്സ് വരെ വളരും. ഈ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോഫിൻ. ചില ആളുകളിൽ വളർച്ച പ്രാപിച്ചതിന് ശേഷവും അവരിൽ വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടും. അങ്ങനെ കൂടിയാൽ അവർ സാധാരണയിൽ കവിഞ്ഞു വളരും. ഈ ഒരവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരെന്താ? ഈ ഒരവസ്ഥയ്ക്ക് അക്രോമെഗലി എന്ന് പറയും. അക്രോമെഗലി, അതായത് മുഖാസ്ഥികളൊക്കെ വീർത്ത് വികൃത രൂപത്തിലാവും. പാദാസ്ഥികളും കരതലാസ്ഥികളും സാധാരണയിൽ കവിഞ്ഞു വളരും. ആന്തര അവയവങ്ങളായ ശ്വാസകോശം, പ്ലീഹ, വൃക്കകൾ ഇതൊക്കെ സാധാരണയിൽ കവിഞ്ഞു വളരും. ഈ ഒരവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് അക്രോമെഗലി എന്ന് പറയും. ഈ ക്വസ്റ്റ്യൻ PSC ചോദിച്ചതാണ്. പ്രായപൂർത്തിയായതിനു ശേഷവും ചില ആളുകളിൽ വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടും. ഈ അവസ്ഥയ്ക്ക് ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം അക്രോമെഗലി എന്നാണ് ആ വളർച്ചയുടെ പേര്. അമിതമായ വളർച്ച, അക്രോമെഗലി. മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡ് എവിടെയാണ് കാണുന്നത്? തലച്ചോറിൻ്റെ മധ്യഭാഗത്തായി ഒരു ചെറിയ പയറ് വിത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡാണ്. പീനിയൽ ഗ്ലാൻഡ്. അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും ചെറുത് ഈ പീനിയൽ ഗ്ലാൻഡാണ്. തലച്ചോറിൽ മധ്യഭാഗത്തായിട്ട് പയറ് വിത്തിൻ്റെ ആകൃതിയിൽ കാണും. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഒരു ഹോർമോണിൻ്റെ പേര് മെലാറ്റോണിൻ എന്നാണ്. മെലാറ്റോണിൻ. മറ്റൊരു ഹോർമോണിൻ്റെ പേര് സെറാട്ടോണിൻ എന്നാണ്. മെലാറ്റോണിനും സെറാട്ടോണിനും എന്ന് പേരുള്ള 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പീനിയൽ ഗ്ലാൻഡാണ്. ഈ പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പീനിയൽ ഗ്ലാൻഡാണ് ആ ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ, സെറാട്ടോണിൻ. അതിൽ മെലാറ്റോണിൻ ദിവസം മുഴുവനും
നമുക്ക് താളാത്മകമായ ജീവിതവും വിശ്രമവും പ്രദാനം ചെയ്യുന്നത് ഈ രണ്ട് ഹോർമോണുകളാണ്, മെലാറ്റോണിനും സെറാട്ടോണിനും. അതുപോലെ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാൻ സഹായിക്കുന്നതും ഈ രണ്ട് ഹോർമോണുകളാണ്. അപ്പോൾ ഇരുട്ട്, വെളിച്ചം തുടങ്ങിയ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാനും ദിവസം മുഴുവൻ നമുക്ക് താളാത്മകമായ ജീവിതവും വിശ്രമവും പ്രദാനം ചെയ്യുന്നത് ഈ രണ്ട് ഹോർമോണുകളാണ്. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് ഒരു 10, 10:30, 11 മണിയാകുമ്പോൾ ഉറക്കം വരും. ഈ ഉറങ്ങാൻ നേരത്ത് ഒരു ഹോർമോൺ നമ്മുടെ രക്തത്തിൽ അങ്ങ് കലരും. ഇത് കലർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടും. അത് ഏത് ഹോർമോണാണ്? അത് മെലാറ്റോണിനാണ്. അപ്പോൾ ഉറങ്ങാൻ നേരത്ത് രക്തത്തിൽ കലരുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് മെലാറ്റോണിനാണ്. മെലാറ്റോണിൻ. ഇനി ഉണർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉണർത്താൻ സാധാരണ ഒരു മനുഷ്യൻ 5:30, 6 മണിയാകുമ്പം ഉണരും. ആ ഉണർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് സെറാട്ടോണിനാണ്. അപ്പോൾ ഒരാൾ ഉറങ്ങാൻ സഹായിക്കും, ഒരാൾ ഉണർത്താൻ സഹായിക്കും. രണ്ടുപേരെ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്ലാൻഡാണ്. അതുകൊണ്ട് പീനിയൽ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരാണ് ജൈവ ഘടികാരം, അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കും. അപ്പം ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് ഡാഷ്. ഉത്തരം പീനിയൽ ഗ്ലാൻഡാണ്. പീനിയൽ ഗ്ലാൻഡ്. ജൈവ ഘടികാരം PSC ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഉത്തരം പീനിയൽ ഗ്ലാൻഡാണ്. പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് മെലാറ്റോണിനും സെറാട്ടോണിനും. ഉറങ്ങാൻ നേരത്ത് രക്തത്തിൽ കലരുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഉണർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ. ദിവസം മുഴുവനും നമുക്ക് താളാത്മകമായ ജീവിതവും വിശ്രമവും പ്രദാനം ചെയ്യുന്നത് ഈ രണ്ട് ഹോർമോണുകളാണ്, മെലാറ്റോണിനും സെറാട്ടോണിനും. അടുത്തൊരു ക്വസ്റ്റ്യൻ. മനുഷ്യനുൾപ്പെടെയുള്ള ജന്തുക്കൾ ബാഹ്യമായ ചുറ്റുപാടിൽ സ്രവിപ്പിക്കുന്ന ഒരു രാസവസ്തുവുണ്ട്. ഈ രാസവസ്തുവിൻ്റെ പേരെന്താണ്? PSC ചോദിച്ച ക്വസ്റ്റ്യൻ. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുക്കൾ ബാഹ്യമായ ചുറ്റുപാടിൽ സ്രവിപ്പിക്കുന്ന രാസവസ്തുവാണ് ഡാഷ്. ആൻസർ ഫിറോമോൺ എന്നാണ് അതിൻ്റെ പേര്. ഫിറോമോൺ. മറന്നു വരുത്, ഫിറോമോൺ. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുക്കൾ ബാഹ്യമായ ചുറ്റുപാടിൽ സ്രവിപ്പിക്കുന്ന രാസവസ്തു, അത് ഫിറോമോണാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ജന്തുക്കൾ മതി സമയത്ത്, ഹീറ്റ് സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഏതാണ്? അതും ഫിറോമോണാണ്. ഫിറോമോൺ. ഈ തേനീച്ചകളുടെ റാണി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡാഷ് മറ്റ് തേനീച്ചകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. അതേതാണ്? തേനീച്ചകളുടെ റാണി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡാഷ് മറ്റ് തേനീച്ചകളുടെ അണ്ഡാശയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ഉത്തരം ഫിറോമോൺ. ഫിറോമോൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഉറുമ്പുകൾ വരിവരിയായി സഞ്ചരിക്കാൻ കാരണം അവ ഡാഷ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്. അതും ഫിറോമോണാണ്. ഈ ഉറുമ്പുകൾ വരിവരിയായി സഞ്ചരിക്കാൻ കാരണം ഫിറോമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ പട്ടുനൂൽ ശലഭം വളരെ പ്രസിദ്ധമായ ഒരു ഫിറോമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പട്ടുനൂൽ ശലഭം. ആ ഫിറോമോണിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് ബോംബി കോൾ എന്നാണ്. ബോംബി കോൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ പുരുഷ ലൈംഗിക ഹോർമോണിൻ്റെ പേരെന്താണ്? പുരുഷ ലൈംഗിക ഹോർമോണിൻ്റെ പേര് ടെസ്റ്റോസ്റ്റിറോൺ എന്നാണ്. ടെസ്റ്റോസ്റ്റിറോൺ. സ്ത്രീ ലൈംഗിക ഹോർമോണിൻ്റെ പേരെന്താണ്? ഒന്ന് ഈസ്ട്രജൻ, മറ്റൊന്ന് പ്രൊജസ്റ്ററോൺ. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. ശരി.
ഈ സ്ത്രീകളിൽ പാലുൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അതിൻ്റെ പേര് പ്രോലാക്റ്റിൻ എന്നാണ്. പ്രോലാക്റ്റിൻ, സ്ത്രീകളിൽ പാലുൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ പ്രോലാക്റ്റിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി അതാണ്. ഏറ്റവും ചെറിയ ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഏറ്റവും ചെറുത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഏറ്റവും വലുത് തൈറോയ്ഡ് ഗ്ലാൻഡുമാണ്. ഈ അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയിൽ നിന്ന് PSCക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അന്തസ്രാവി ഗ്രന്ഥികൾ അവസാനിക്കുന്നു.